ആർക്കറിയാമെന്ന് പറഞ്ഞ കഥ യേശു ജനിക്കുന്ന കാലത്തെ പറ്റിയുള്ളതാണ്. ഈ ഹെറോദേസ് രാജാവ് ഇങ്ങനെ ഒരു രക്ഷകൻ യേശു ജനിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് യേശു എവിടെയുള്ളതെന്ന് അറിയില്ല. കാലിത്തൊഴുത്തിലാണല്ലോ മൂപ്പര് ജനിക്കുന്നത്. അപ്പോൾ ഇന്ന ആളാണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ട് ആ ദിവസങ്ങളിൽ ജനിച്ച സകലമാന 2 വയസ്സിന് താഴെയുള്ള സകലമാന കുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ ഉത്തരവിടും. അപ്പോൾ രാജാവിൻ്റെ ഭടന്മാർ സകല സ്ഥലത്ത് ചെന്ന് കുഞ്ഞുങ്ങളെ പിടിച്ച് എല്ലാത്തിനെയും കൊല്ലും. എന്നിട്ട് അതിൽ ഒരു പട്ടാളക്കാരൻ അവിടുത്തെ ഒരു മദ്യശാലയിലേക്ക് വരികയും അവിടെ ഈ സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീയുമായിട്ടിരുന്ന് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ കയ്യിലൊക്കെ കുഞ്ഞുങ്ങളുടെ ചോരയാണ്. അപ്പോൾ ആ സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീ ഇയാളോട് ചോദിക്കുന്ന ചോദ്യമാണിത്: ഇത്രായിരം കുഞ്ഞുങ്ങളുടെ ചോരയിലൂടെയാണോ ഒരു രക്ഷകൻ വരുന്നത്? യേശുവിന് വരാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ യേശുവിന് വരുന്ന തൊട്ട് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു കൊലപാതക പരമ്പര കുഞ്ഞുങ്ങളുടെ നടക്കുക. അപ്പോൾ സക്കറിയയുടെ കഥയുടെ തലവാചകം അങ്ങനെയാണ്. അതായത് ഇത്രായിരം കുഞ്ഞുങ്ങളുടെ ചോരയിലൂടെയാണോ ഒരു രക്ഷകൻ വരുന്നത് എന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ പട്ടാളക്കാരൻ കുറച്ചു നേരം മൗനമായിട്ട് നിന്നിട്ട് ആർക്കറിയാം എന്ന് പറയും. അതാണ് ആ കഥയുടെ തലവാചകം. അതുപോലെയാണിത്. അതായത് ഇത്രായിരം കുഞ്ഞുങ്ങളുടെ ചോരയിലൂടെ, ഇത്ര ആയിരമോ, ഇത്ര ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ഇത്ര 10,000-കണക്കിന് കുഞ്ഞുങ്ങളുടെ ചോരയിലൂടെയാണ് ഒടുവിൽ ഒരു സമാധാന കരാർ എന്നിവർ പറയുന്ന സാധനം വരുന്നത്. എന്തിനാണ്? ട്രംപിന് സമാധാന നൊബേൽ വേണം. ഇത്രായിരം ആളുകളെ കൊല്ലാൻ അനുമതി നൽകിയ ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തിരുന്നിട്ട് അയാൾ സമാധാന നൊബേൽ മേടിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഹർഷൻ ശരിയാവണ്ണം പറഞ്ഞതുപോലെ നെതന്യാഹു എന്താ പറയുന്നത്? IDF അവിടെ ഉണ്ടാകും, ഞങ്ങളുടെ സേന അവിടങ്ങളെല്ലാം തന്ത്രപ്രധാന മേഖലകളിലൊക്കെ ഉണ്ടാകും, ഞങ്ങൾ പലസ്തീനെ അംഗീകരിക്കില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടന്നത്. അവിടെയുള്ള ഹമാസ് ആണെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് മാറണം, പൊതുമാപ്പ് നൽകും, അവിടെ ഉണ്ടായ തുരങ്കങ്ങളെല്ലാം മാറ്റിക്കളയണം, ഹമാസ് സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങണം. ഹമാസ് സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങട്ടെ ഈ കാര്യത്ത് എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അങ്ങനെ ഇത്രയും നാളും ഈ പറയുന്ന പ്രശ്നത്തിനടക്കെല്ലാം നിന്ന് വെടിവെച്ചുകൊണ്ടിരുന്ന ഈ ആൾക്കാർ ഇത് സമ്മതിക്കുമോ? അപ്പോൾ ആളുകൾക്ക് ഈ സംഗതി യഥാർത്ഥത്തിൽ സമാധാനം വരാനുള്ള സമാധാന കരാർ വേണ്ടേ വെക്കാൻ? ഈ 20 കരാറിനെ വിശ്വസിക്കുക. ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണല്ലോ ഹർഷ. അവർ നടപ്പാക്കുന്നത് ചിലപ്പം നടപ്പായി പോകട്ടെ, ആ നാട്ടിലാകപ്പാടെ സമാധാനം വരട്ടെ, എല്ലാവരും ലോകരാഷ്ട്രങ്ങളെല്ലാം അനുകൂലിക്കുകയാണ്. പക്ഷേ എന്നാലും നടപ്പാക്കാവുന്ന കാര്യമാണോ ഈ പറഞ്ഞിരിക്കുന്നത്? ഇയാൾക്ക് വല്ല പിടിവാശിയുണ്ടോ? പിടിവാശിയിൽ നിന്ന് വല്ല മാറ്റമുണ്ടോ? ഇയാൾ പറയുന്ന IDF പോലീസും അവരുടെ സേന സകലമായ ആയുധങ്ങളുമായിട്ട് അവിടെ ഉണ്ടാകും, ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബൊണാൻസ ഇപ്പുറത്ത് നടത്തും എന്നൊക്കെ പറയുമ്പോൾ ഒരു രാജ്യത്തെ അങ്ങനെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയിട്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവരുടെ തന്നെ മാധ്യമങ്ങൾ, ഗാർഡിയൻ അടക്കമുള്ള മാധ്യമങ്ങളിലെ സകല വിശകലന ലേഖനങ്ങളിലും ഇത് സംശയകരമാണ് എന്ന് അവർ തന്നെയും പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് നൊബേൽ സമ്മാനം മേടിക്കണം, മറ്റേയാൾക്ക് അഴിമതി കേസിൽ നിന്ന് വിട്ടു നിൽക്കണം. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു കരാറിന് സമാധാന കരാർ എന്ന് പേരിട്ടിരിക്കുന്നു എന്നല്ലാതെ ഇത് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ചോരക്ക് കണക്ക് പറയുന്ന ഇനി ഉണ്ടാകാതിരിക്കുന്ന ആ കാര്യമാകുമോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല.